ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഡെഫിനേഷൻസ് ആണ്. നമ്മളുടെ പേഴ്സൺ സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 31 പേഴ്സൺ എന്നുള്ള ഡെഫിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഇൻഡിവിജ്വൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ കമ്പനി നമ്മൾ പറഞ്ഞിരുന്നു, ഫെയിം, ഓക്കെ. ദെൻ ഹിന്ദു അൺഡിവൈഡ് ഫാമിലിയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഹിന്ദു അൺഡിവൈഡ് ഫാമിലിയുടെ ഫുൾ കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മെമ്പർ ആരാണ്, കോ പാസ്റ്റർ ആരാണ്, പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ലോ അല്ലേ, ഏതൊക്കെ സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട് നമുക്ക്, ദായംബക, അതിൽ ഫാദറുടെ മരണശേഷം മാത്രമേ റൈറ്റ് കിട്ടുള്ളൂ. അതുപോലെ മിതക്ഷര സ്കൂൾ ഓഫ് ലോ ആണെങ്കിൽ നമുക്ക് ബൈ ബർത്ത് നമുക്ക് പ്രോപ്പർട്ടിയിൽ അവകാശം വരും. അടുത്ത ടോപ്പിക് നമ്മൾ മെമ്പേഴ്സിൽ അടുത്ത് വരുന്നത് വെച്ചാൽ AOP. ഓക്കെ, സോ AOP ഓർ BOI, ഓക്കെ, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, അതുപോലെ തന്നെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, അപ്പോൾ ഒരു ഇതിൽ 5ാമത്തെ പോയിന്റ് ആയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, AOP വേഴ്സസ് BOI. ഓക്കെ, ഇവർ രണ്ടും സെയിം ആണ്. പിന്നെ ഇങ്ങനെ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. എന്താണ് ഡിഫറൻസ്? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, പ്രധാനമായിട്ട് തമ്മിൽ 2 ഡിഫറൻസ് ആണത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സപ്പോസ് ഇപ്പോൾ നമ്മളെ നാട്ടിലുള്ള ഇപ്പോൾ തൃശ്ശൂരിലെ ശോഭ ഡെവലപ്പേഴ്സ് അല്ലേ, ഇപ്പോൾ ഒരു കമ്പനി ശോഭ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ഇതൊരു പേഴ്സണല്ലേ ആണല്ലോ, കാരണം ഒരു പ്രൈവറ്റ് കമ്പനിയാണ് അല്ലേ. അപ്പോൾ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് ഒരു പേഴ്സൺ ആണ്. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 31 പ്രകാരം ദെൻ ശോഭ ഡെവലപ്പേഴ്സ് ആരാണ്? ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ഇനിയും ഇവർക്കൊരു വലിയൊരു പ്രൊജക്റ്റ് വരാണ്. ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇവർ മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റ്, ഓക്കെ, മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റും കൂടി എന്താണ് ഇവരുടെ പ്രൊജക്റ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊരു വലിയൊരു പ്രൊജക്റ്റ്, ഒരു 1000 കോടിയുടെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ശോഭ ഡെവലപ്പേഴ്സും പ്ലസ് ഈ ഒരു ആർക്കിടെക്റ്റും കൂടി ചേർന്നിട്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു പാർട്ണർഷിപ്പ് അല്ല, കാരണം 2 വ്യക്തികളാണ് വരാം. ഓക്കെ, സോ ഇവർ 2 പേര് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടും ഒരു ഇൻഡിവിജ്വലും പിന്നെ ഇൻഡിവിജ്വൽ എന്താണ് ഒരു പേഴ്സൺ ആണ് ആസ് പെർ ഡെഫിനേഷൻ. ദെൻ ശോഭ ഡെവലപ്പേഴ്സ് ഈസ് ഓൾസോ എ പേഴ്സൺ അല്ലേ. അപ്പോൾ 2 പേഴ്സൺസ്, മൾട്ടിപ്പിൾ, ഓക്കെ, മോർ ദൻ 1 അല്ലെങ്കിൽ 2 ഓർ മോർ അല്ലേ. അപ്പോൾ 2 പേഴ്സൺസ്, 2 അതിൽ കൂടുതലോ പേഴ്സൺസ് ചേർന്ന് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വെഞ്ചർ, ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് വിളിക്കുന്നത്, ഒരു ജോയിൻ വെഞ്ചർ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ AOP എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ, 2 പേഴ്സൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ പേഴ്സൺസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരാണ് എന്ത് പറയുന്നത്? AOP എന്നുള്ള ഡെഫിനേഷനിൽ വരുന്നത്. മാത്രമല്ല ഇവർക്കൊരു കോമൺ ഡിസയർ ഉണ്ടായിരിക്കും, ഒരു കോമൺ വിൽ, ഇവരൊരു എന്താ പറയുക, ഒരു ലക്ഷ്യം, ഒരു കോമൺ, 2 പേരും കൂടി ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ആ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട്, ആ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു വെഞ്ചർ എന്ത് ചെയ്യുന്നത്, അവർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ദെയർ വിൽ ബി എന്തുണ്ടായിരിക്കും? ഒരു കോമൺ ഡിസയർ അല്ലെങ്കിൽ ഒരു വിൽ അവിടെ എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, നേരെ മറിച്ച് BOIയിലോട്ട് വരുമ്പോൾ എന്താണ്? ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ബോഡി എന്ന് പറയുമ്പോൾ അഗെയിൻ എന്തായി? 2 ഓർ മോർ ആയി. പക്ഷെ അവിടെ എന്തിൻ്റെ ആയിരിക്കും? ഇൻഡിവിജ്വൽസിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇവിടെയും 2 പേരുണ്ട്, പക്ഷെ എന്താണ് 2 കൂടുതൽ ഇൻഡിവിജ്വൽസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ മെയിൻ വ്യത്യാസമായല്ലോ, കാരണം ഇവിടെ ശോഭ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ മിസ്റ്റർ ആർക്കിടെക്ട് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലും ഒരു കമ്പനിയാണ്, പേഴ്സൺസ് ആണ്. ഇവിടെ 2 എന്തായിരിക്കും? ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു എനിക്കൊരു ഫാദറിൻ്റെ പ്രോപ്പർട്ടി, ഒരു ഫ്ലാറ്റും ഒരു ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾ 2 പേരുണ്ട്. ഫാദർ എന്ത് ചെയ്തു? മരണപ്പെടുകയാണെങ്കിൽ അതിന് ശേഷം മക്കൾ എന്ത് തീരുമാനിക്കുകയാണ്? ഈ ബിസിനസ്സിന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താവും? അതിൻ്റെ ഗുഡ് വില്ലും കാര്യങ്ങളൊക്കെ പോകാനുള്ള ചാൻസ്. അപ്പോൾ ബിസിനസ് സ്പ്ലിറ്റ് ചെയ്യാതെ ഈ 2 ഇൻഡിവിജ്വൽസും കൂടിയിട്ട് എന്ത് ചെയ്യാണ്? ഒരുമിച്ച് പാർട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യുന്നില്ല. പാർട്ണർഷിപ്പിൽ എൻ്റർ ചെയ്താൽ പിന്നെ അതൊരു പാർട്ണർഷിപ്പ് ഫെയിമായി. അപ്പോൾ ഈ ഒരു അസറ്റ്സ് എന്ത് ചെയ്യാണ്? ഒരു പാർട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ 2 വ്യക്തികൾക്ക് പാർട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് പേഴ്സണൽ ഏത് പേഴ്സണായിട്ട് വരും? ഫെയിം ആയിട്ട് വരും. പാർട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാതെ ചെയ്യുന്ന ബിസിനസ്സുകളാണ് നമുക്ക് എന്ത് വരുന്നത്? ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ കീഴിൽ വരുന്നത്. അതിലൊരു എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞത്. ഫാദറിൻ്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്? ഇപ്പോൾ 2 മക്കൾ, ഇപ്പോൾ 2 ആൺമക്കളോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, അവരെന്ത് ചെയ്യാണ്? ഫാദറിൻ്റെ ബിസിനസ് ഷോപ്പ് എന്ത് ചെയ്യാണ്? കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുക, വിത്തൗട്ട് എൻ്ററിങ് ഇൻ ടു പാർട്ണർഷിപ്പ്. അതാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൽ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനായിട്ടുള്ള ആദ്യത്തെ വ്യത്യാസം. AOPനായിട്ടുള്ള ആദ്യത്തെ വ്യത്യാസം പറഞ്ഞാൽ ഇവിടെ 2 ഇൻഡിവിജ്വൽസ് ആയിരിക്കും, 2 ഓർ മോർ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഓക്കെ, 2 അവിടെ ഒരു കോമൺ ഡിസയർ, ഓക്കെ, സോ ഉണ്ടാവാതിരിക്കാം. ഓക്കെ, ഈ ഒരു 2ാമത്തെ പോയിന്റ് കൊണ്ടുള്ള കോമൺ ഡിസയർ അല്ലെങ്കിൽ വിൽ എന്ന് പറഞ്ഞല്ലോ, അത് ചിലപ്പോൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഓർ മോർ
ഇൻഡിവിജ്വൽസേ ഉണ്ടാവുള്ളൂ. ഇവിടെ കോമൺ ഡിസയർ ഉണ്ടാവാതിരിക്കും. അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്നാർ ഒരു ട്രിപ്പ് പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളൊരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ മൂന്നാർ ഒരു ട്രിപ്പൊക്കെ പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ നല്ല സീസൺ ടൈമാണ്, ഡിസംബർ. ഇതിലൊക്കെ ഒരുപാട് സഞ്ചാരികളൊക്കെ എന്തുണ്ട്, ടൂറിസ്റ്റുകളൊക്കെ അവിടെ മൂന്നാറുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിൽ ഒരുത്തൻ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നതാണ്. ഓക്കെ, സോ ഒരു നല്ല രീതിയിൽ പാട്ടൊക്കെ പാടുന്ന ഒരാളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അവിടെ ഇൻസ്ട്രുമെൻറ്റ്സ് അതിൻ്റെ ഇതൊക്കെ നമ്മളും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ വേറെ ഗ്രൂപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നവർ, അതുപോലെ തന്നെ വയലിൻ അല്ലെങ്കിൽ മറ്റ് ഗിത്താറ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈവനിങ് ഡിന്നറിന് നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവിടെ പെട്ടെന്നൊരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. നമ്മളിത് അറിഞ്ഞിട്ട് പോയതല്ല, നമ്മളങ്ങനെ ചെന്നപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ, ഒരു 1 lakh rupees-ആണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവൾ പാട്ട് പാടുന്ന ഒരാളുണ്ട്, പിന്നെ വയലിൻ, മറ്റ് ഗിത്താർ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരാൾക്ക് അങ്ങനെ കോമ്പറ്റീഷൻ മൈൻഡൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് അവിടെ പാട്ട് പാടാം, അതിനോക്കെയാണ്. ആ പാട്ട് പാടി ആ 1 lakh rupees സമ്മാനം കിട്ടുന്നുള്ള ആ ഒരു ആഗ്രഹത്തിലൂടെ ഒന്നുമല്ല. അപ്പോൾ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് ഒരു പാട്ട് പാടുന്ന ഒരുത്തനുണ്ട്, അപ്പുറത്തെ ഗ്രൂപ്പിലുള്ളവർ അവരും അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തത്, ഒരു കോമ്പറ്റീഷൻ വെക്കാം എന്നുള്ളത്. അപ്പോൾ അതിന് 1 lakh rupees. അപ്പോൾ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് പല ടീമുകൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ 2 ഗ്രൂപ്പ്, നിങ്ങളും വേറൊരു തൊട്ടടുത്തുള്ളൊരു ടീമിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതായിട്ട് നിങ്ങളൊരു ടീം സെറ്റ് ചെയ്യാണ്. പാട്ട് പാടുന്ന 1-2 പേരും പിന്നെ ഗിത്താറും വയലിനൊക്കെയുള്ള. അപ്പോൾ നിങ്ങളൊരു ടീം ആ സമയത്ത് സെറ്റ് ചെയ്യാണ്. അതിലൊരാൾ ജസ്റ്റ് പാട്ട് പാടാനുള്ളതിലാണ് 1 ലക്ഷം രൂപ. ബാക്കിയുള്ള എന്താണ്, ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡോടുകൂടിയൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ എത്ര പേരുണ്ട്, 4 പേര് വന്നതായിരിക്കും. 2 പാട്ട് പാടുന്ന ആൾക്കാർ, 2 ഇൻസ്ട്രുമെൻറ്റ്സ്, അപ്പോൾ 4 പേര്. ഇപ്പോൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആയി. ഓക്കെ, പക്ഷെ അവിടെ കോമൺ ഡിസയർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് സമ്മാനം വേണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു കോമൺ ഡിസയർ വില്ലുണ്ടാവണം എന്നില്ല, ചിലപ്പോൾ ഉണ്ടാവാം. 4 പേരും ചിലപ്പോൾ 1 lakh കിട്ടിയെങ്കിൽ നമുക്ക് ഈക്വലായിട്ട് എടുക്കാം എന്നുള്ള മൈൻഡിലായിരിക്കാം. അപ്പോൾ ഇവിടെ പാർട്ണർഷിപ്പ് എൻ്റർ ചെയ്യുന്നുണ്ട് അവർ ഇല്ല, പക്ഷെ 4 പേരും ഇൻഡിവിജ്വൽസ് ആണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ആ 1 lakh rupees പ്രൈസ് അല്ലെങ്കിൽ 10 lakh rupees പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറച്ച് ഹയർ എമൗണ്ട് 10 lakhs വിചാരിക്കുക. അപ്പോൾ 10 lakhs കിട്ടിക്കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ ആര് ടാക്സ് കൊടുക്കും, ഈ 4 വ്യക്തികൾ കൊടുക്കുക അല്ല, പകരം ഇവർക്ക് എന്ത് ചെയ്യും, 4 വ്യക്തികളോട് ചേർന്നിട്ടൊരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു റിയൽ ലൈഫ് എക്സാമ്പിളൊക്കെ. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ BOI എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ഇൻഡിവിജ്വൽസ് മാത്രമേ എന്തെന്നുള്ള അതിൻ്റെ ഭാഗമായിട്ട് വരുള്ളൂ. മാത്രമല്ല അവിടെ പാർട്ണർഷിപ്പ് അഗ്രിമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു കോമൺ ഡിസയർ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവാതിരിക്കാം. ഇതാണ് AOP BOI തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ AOP എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ BOI എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി. അച്ഛൻ്റെ പ്രോപ്പർട്ടി മക്കൾ ഇതാക്കുന്നത്, അതുപോലെ ഇപ്പോൾ മ്യൂസിക്കിൻ്റെ എക്സാമ്പിൾ, റെസ്റ്റോറൻറ്റിലെ എക്സാമ്പിളൊക്കെ പറഞ്ഞു അല്ലേ. അതുപോലെ AOP നമ്മൾ ഓൾറെഡി ശോഭ ഡെവലപ്പേഴ്സ്, അതുപോലെ മിസ്റ്റർ ആർക്കിടെക്ട്. ഇനി അത് കൂടാതെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ നോക്കുകയാണ്. ഇപ്പോൾ 2011 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നോക്കുകയാണ്, 2011 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ജയിച്ച ആ ഒരു വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അതേപോലെ അത് കണ്ടക്ട് ചെയ്ത് എവിടെ വെച്ചിട്ടാണ്, ഇന്ത്യ മാത്രമായിരുന്നു അതിൻ്റെ വേദികളിൽ വന്നിരുന്നല്ല. അതിൻ്റെ സ്റ്റേഡിയം ഇന്ത്യയിലുണ്ടായിരുന്നു, ബംഗ്ലാദേശിലുണ്ടായിരുന്നു, ശ്രീലങ്കയിലുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ BCCI കേസോ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ്, അതുപോലെ തന്നെ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ്, ബംഗ്ലാദേശിൻ്റെ ക്രിക്കറ്റ് ബോർഡ്, അവരെല്ലാവരും കൂടിയിട്ടായിരിക്കും ആ ഒരു ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു AOP ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ BCCI, അതുപോലെ ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ്, അതുപോലെ ബംഗ്ലാദേശ്, ഇവരെ കൂടിയിട്ട് എന്തുണ്ടാവും, ഒരു AOP ക്രിയേറ്റ് ചെയ്തു. BOI വരോ ഇല്ല, അവിടെ ഇൻഡിവിജ്വൽസ് അല്ല, പകരം AOP ആയിരിക്കും, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ് അവിടെ വരാം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് വരുന്നത്. ഇനി അടുത്തത് സപ്പോസ് അപ്പോൾ നമ്മളുടെ പേഴ്സൺസിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഡിസ്കസ് ചെയ്തു, HUF ഡിസ്കസ് ചെയ്തു, കമ്പനി, ഫെയിം, AOP, BOI. ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിൽ വരും. ഇപ്പോൾ ഇതിൽ 7 പേര് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് സെപ്പറേറ്റ് പറയുന്നില്ല. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതിൽ വരും? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ഫാക്ടറി, ഇപ്പോൾ ഒരു വേദാന്ത എന്നുള്ള ഒരു കമ്പനിയുടെ ഒരു ഫാക്ടറി, ഓക്കെ, കുറച്ചൊരു റിമോട്ട് ഏരിയയിലാണെന്ന് വിചാരിക്കാം. അവരുടെ ഫാക്ടറി കുറച്ചൊരു ഉള്ളേരിയയിലാണെന്ന് വിചാരിക്കാം. അവർക്ക് ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ഈ എംപ്ലോയീസിന് അവരുടെ മറ്റ് ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ,
ടൗണിൽ സിറ്റിയിൽ പോകാനൊക്കെ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എംപ്ലോയീസും ഈ ഒരു കമ്പനിയുടെ ഒക്കെ ആൾക്കാരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യുന്നു, രൂപീകരിക്കുന്നു. ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചിട്ട് ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്നു, സിറ്റിയിൽ പോയിട്ട് നമ്മളുടെ മെയിൻ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു, സിറ്റിയിൽ നിന്നൊരു ബൾക്ക് പർച്ചേസ് ഒക്കെ ചെയ്യുന്നു. ബൾക്ക് പർച്ചേസ് ചെയ്യുന്നു. ഈ ബൾക്ക് പർച്ചേസ് വില കുറഞ്ഞതിൽ ചെയ്തിട്ട് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ത്രൂ ആര് കൊടുക്കുന്നു, എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്തു, ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, അത് ഇൻഡിവിജ്വൽസ് ആണ്, വേദാന്ത കമ്പനി ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും വരാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്തായിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്, AOP ആയിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആയിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. യെസ്. ദെൻ ഇനി രണ്ട് പേരും കൂടി ഉള്ളത് നമുക്ക് ലോക്കൽ അതോറിറ്റി. സോ ആറാമത്തതാണ് ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ മുനിസിപ്പൽ ഗവൺമെൻറ് ഇതായിട്ടുള്ള മുനിസിപ്പാലിറ്റി, മറ്റ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ. പക്ഷെ ഒരിക്കലും സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും ഏതിൽ വരില്ല, പേഴ്സണൽ ഡെഫിനേഷൻ ലോക്കൽ അതോറിറ്റിയിൽ വരില്ല. ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത് മുനിസിപ്പൽ അതോറിറ്റീസ് മാത്രമേ എന്ത് വരുള്ളൂ. അല്ലാതെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതിൽ വരില്ല, ലോക്കൽ അതോറിറ്റിയിൽ വരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ദെൻ ലാസ്റ്റ് വൺ, എവരി ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ദാറ്റ് മീൻസ് ഇൻ ദ ഐസ് ഓഫ് ലോ. ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ജുറിഡിക്കൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ ഐസ് ഓഫ് ലോ, ഇൻ ദ ഐസ് ഓഫ് ലോ. സോ നോട്ട് ഫോളിങ് വിത്തിൻ എനി ഓഫ് ദ പ്രിസൻസ് സബ് ക്ലോസ്, അത് മുകളിൽ വരാത്ത ബാക്കിയുള്ള ആൾക്കാർ. എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതിൽ 6 വരുമെന്ന് വെച്ചാൽ വരില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും AJP, ദറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആയിട്ടാണ് വരിക. അതുപോലെ തന്നെ പല റിലീജിയസ് സ്ഥാപനങ്ങൾ, ട്രസ്റ്റുകൾ, അവരൊക്കെ AJPയിലായിരിക്കും വരിക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, കമ്പനി സെക്രട്ടറീസ്, ഇവരൊക്കെ ഏതിലായിരിക്കും വരുന്നത്, നമ്മളുടെ AJPയിലായിരിക്കും വരുന്നത്. ബിക്കോസ് ബാക്കിയുള്ള 6 പോയിന്റുകൾ അല്ലെങ്കിൽ 6 ഡെഫിനിഷൻ പേഴ്സൻ്റ് ഇതിൽ വരുന്ന ആൾക്കാർക്കും ഏതിൽ വരില്ല, ICAI ഒന്നും അതിൻ്റെ അകത്ത് വരില്ല, ഇൻഡിവിജ്വൽ അല്ല, HUF അല്ല, കമ്പനി അല്ല. പിന്നെ ആകെ നമുക്ക് വരുന്നത് ഈ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, അവരുടെ ഇൻകത്തിനൊക്കെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് ഈ ഒരു AJP എന്നുള്ളതിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്, ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 31 പേഴ്സൺ എന്നുള്ള ഡെഫിനേഷനാണ്. പേഴ്സൺ ഇൻക്ലൂഡ്സ് 7 ടൈപ്പ്, 7 ആൾക്കാർ. ഏതൊക്കെയാണ്, ഇൻഡിവിജ്വൽ ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ HUF ഉണ്ട് അല്ലേ, ഇതിൻ്റെ കമ്പനി ഉണ്ട്, ഫേം ഉണ്ട്, അതുപോലെ തന്നെ AOP, BOI ഉണ്ട്. അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി, എവരി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ്. യെസ്. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കാം. എക്സാമിന് അത് ഡെഫിനേഷനായിട്ട് അങ്ങനെ നേരിട്ട് ചോദിക്കാറില്ല. സോ ചില എക്സാമുകൾക്ക് CMAക്കൊക്കെ പലപ്പോഴും ചോദിക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 7 പോയിന്റ് പേഴ്സൺ ഇൻക്ലൂഡ് 7 ടൈപ്പ് ഓഫ് പേഴ്സൺസ് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കാം. യെസ്. അടുത്തത് നമുക്ക് അടുത്തൊരു ഡെഫിനേഷൻ വരുന്നത്, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്, ജസ്റ്റ് നിങ്ങൾക്ക് റീഡ് ഓൺലി. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്താണെന്നുള്ളതും അതിൻ്റെ കോമ്പോസിഷൻ, പർപ്പസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കോമൺ ഡിസയർ ആൻഡ് വിൽ. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, അവർ നാച്ചുറൽ പേഴ്സൺസ് അല്ല, ദേ ആർ ക്രിയേറ്റഡ് ബൈ ലോ, ദേ കനോട്ട് ആക്ട് ഡയറക്ട്ലി ബട്ട് സ്യൂട്ട് ത്രൂ ദ പേഴ്സൺസ് മാനേജ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ് അവരൊരു നാച്ചുറൽ പേഴ്സൺ അല്ലാത്തതുകൊണ്ട് തന്നെ അവരെങ്ങനെയാണ് ഒരു മാനേജ്മെൻറ്റ് ആയിരിക്കില്ലേ, ട്രസ്റ്റി. ഇപ്പോൾ നമുക്കിവിടെ ICAI അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ഒരു ബോർഡ് ഓഫ് ട്രസ്റ്റീസ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അവരാണ് മാനേജ് ചെയ്യുന്നത്. അവർ ത്രൂ ആണ് അതിൻ്റെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട ഫോർമാലിറ്റീസൊക്കെ ചെയ്യുന്നത്. ലോക്കൽ അതോറിറ്റി പറഞ്ഞു, നമ്മൾ ഓൾറെഡി ലോക്കൽ ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവ്. ഇനി അപ്പോൾ നമ്മൾ പേഴ്സൺ ആണ് ആരും വന്നു. ഇനി നമ്മളെല്ലാവരും, ഇപ്പം ഞാനും നിങ്ങളും പേഴ്സൺ ആണ്. അല്ലേ, നമ്മളെല്ലാവരും പേഴ്സൺ ആണ്, കാരണം ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് നമ്മളെല്ലാവരും പേഴ്സൺ ആണ്. പക്ഷേ ഇൻകം ടാക്സ് അടക്കേണ്ടത് ആരാണ്, പേഴ്സൺ ആണ്. പക്ഷെ എല്ലാ പേഴ്സൺസും ഇൻകം ടാക്സ് അടക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ ടാക്സ് അടക്കുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ലെവലാണ്, വേറെ ഇൻകംസ് ഒന്നും ഇല്ലയെന്ന് തൽക്കാലത്തേക്ക് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും പേഴ്സൺ ആണ്, പക്ഷേ ഞാനും നിങ്ങളും ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അല്ലേ, ടാക്സ് അടക്കുന്നില്ല. അല്ല, നമ്മളെല്ലാവരും ടാക്സ് അടക്കുന്നില്ല. അപ്പോൾ ഞാൻ ടാക്സ് അടക്കുന്നുണ്ട്, നിങ്ങൾ ടാക്സ് അടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, നിങ്ങൾക്ക് ഇൻകം അതിൻ്റെ അകത്ത് വരുന്നില്ല, അത്രയും. അപ്പോൾ അതൊരു ടാക്സ് അടക്കുന്നവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം പേഴ്സൺസിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത ഡെഫിനേഷൻ കൊണ്ടുവരികയാണ് അസസി.
ഓക്കെ. സോ അസസി സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 7ൻ്റെ അകത്ത് നമുക്ക് വരുന്നത് അസസി. ആരാണ് അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസി ഒരു പേഴ്സൺ തന്നെയായിരിക്കും അല്ലേ. സോ അസസി പേഴ്സൻ്റെ അകത്തുള്ളതാണ്, പക്ഷേ ടാക്സ് അടയ്ക്കുന്നവരാണ് ഇത് വരുന്നത് അസസി. അപ്പോൾ ഞാനും നിങ്ങളും പേഴ്സൺ ആണ്, പക്ഷെ ഞാൻ അസസി ആണ്, നിങ്ങൾ എന്തല്ല അസസി അല്ല. ഓക്കെ. അപ്പോൾ ആരാണ് അസസി എന്ന് വെച്ചാൽ ഡെഫിനേഷൻ നോക്കാം. അസസി മീൻസ്, ഓക്കെ, അസസി മീൻസ് ആദ്യം ഒരു എക്സോസ്റ്റീവ് ആണ് പറയുന്നത് ആൻഡ് ഇൻക്ലൂഡ്സ്. നമ്മൾ ഡെഫിനേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസസി മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എന്ന് പറയുമ്പോൾ ആദ്യം അസസി എക്സോസ്റ്റീവ് ആയിട്ട് പറഞ്ഞു, ദെൻ പിന്നെ ഇൻക്ലൂസീവ് ആയിട്ടും താഴെ പറയുന്നവരും ഏതിൽ വരുന്നുണ്ട്, അസസിയിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ അസസി മീൻസ് എനി പേഴ്സൺ ബൈ വൂം ടാക്സ് ഇൻട്രസ്റ്റ് പെനാൾട്ടി. ദറ്റ് ഈസ് പൊതുവെ നമ്മൾ GST ഒക്കെ പഠിക്കുമ്പോൾ ടിപ്പ് നമ്മൾ പഠിക്കും അല്ലേ. ടിപ്പ് മീൻസ് ടാക്സ് ഇൻട്രസ്റ്റ് പെനാൾട്ടി. ഓക്കെ. അപ്പോൾ ആരാണോ ടാക്സ് ഇൻട്രസ്റ്റ് പെനാൾട്ടി ഈസ് പേയബിൾ അണ്ടർ എനി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു നിയമപ്രകാരം, ഈ ഒരു നിയമത്തിൽ ആരാണോ ടാക്സ് ഇൻട്രസ്റ്റ് പെനാൾട്ടി അടക്കാനുള്ളത് അവരാണ് അസസി. അപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ ഇൻകം ടാക്സ് നിയമപ്രകാരം 2023-24 അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ 24-25 നിങ്ങൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥരാണോ എന്ന് വെച്ചാൽ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് ഇൻകം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ പേഴ്സൺ ആണ്, പക്ഷേ എന്തല്ല അസസി അല്ല. ഓക്കെ. പക്ഷെ ഞാനെന്താണ് ആസ് എൻ ഇൻഡിവിജ്വൽ, ഞാനൊരു പേഴ്സൺ ആണ്, എനിക്ക് ടാക്സ് ലൈബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞാനെന്താണ് ഒരു അസസിയും കൂടിയാണ്. ഓക്കെ. അപ്പോൾ അസസി മീൻസ് ബൈ വൂം എനി ടാക്സ് ഇൻട്രസ്റ്റ് പെനാൾട്ടി എന്തായിട്ടുള്ളത് പേയബിൾ ആയിട്ടുള്ളത്. അടുത്തത് ടാക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻകത്തിൻ്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സ്. എന്താണ് ഇൻട്രസ്റ്റ്, എന്താണ് പെനാൾട്ടി തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. സോ എന്താണ് ഇൻട്രസ്റ്റ്, എന്താണ് പെനാൾട്ടി തമ്മിലുള്ള വ്യത്യാസം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2023-24 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ടാക്സ് അടക്കേണ്ടത് 24-25 എന്നുള്ള അസസ്മെൻറ്റ് ഇയറിലാണ് അല്ലേ. സോ 24-25 എന്നുള്ള അസസ്മെൻറ്റ് ഇയറിലാണ്. അപ്പോൾ ഈ ഒരു ടാക്സിന് ഡ്യൂ ഡേറ്റ് ഉണ്ട്, അടക്കേണ്ട ഡേറ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ജൂലൈയിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റുകളുണ്ട്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഡേറ്റ്, ഫോർ എക്സാമ്പിൾ ജൂലൈ 31. ഓക്കെ. സോ ഇൻഡിവിജ്വൽസ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ്, ആ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റിൽ നിന്ന് നേരം വൈകിട്ടാണ്, ഒരു മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഗവൺമെൻറ്റിലോട്ട് ജൂലൈ 31 കിട്ടേണ്ട പൈസ നമ്മൾ എന്താണ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അത്രയും നാൾ ഗവൺമെൻറ് ട്രഷറിയിൽ അത്രയും ആ പൈസ വന്നില്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് അവിടെ നഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നഷ്ടം നമ്മൾ നികത്താൻ വേണ്ടിയിട്ട് ഒരു കോമ്പൻസേറ്ററി ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഒരു കോമ്പൻസേറ്ററി നേച്ചറാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇൻകം ടാക്സ് നിയമപ്രകാരം ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റിനേക്കാൾ അപ്പുറത്ത് ബിയോണ്ട് ദാറ്റ് ആ ഒരു ഡ്യൂ ഡേറ്റിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത്രയും നാളെ ഗവൺമെൻറ്റിൽ എന്തിന് ഒരു ഇൻട്രസ്റ്റ് ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ പെനാൾട്ടി അങ്ങനെയല്ല. പെനാൾട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഡ്യൂ ഡേറ്റിൽ നിങ്ങൾ നിയമം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ 31 റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ റിട്ടേൺ എന്തില്ല ജൂലൈ 31 ഫയൽ ചെയ്തില്ല. സോ അപ്പോൾ ആ ഒരു ആക്ട് അല്ലെങ്കിൽ ആ നിയമം നമ്മൾ എന്ത് ചെയ്തു, വയലേറ്റ് ചെയ്തു. എനിക്ക് ആ പ്രൊവിഷൻ നമ്മൾ കോൺട്രാവെൻഷൻ നടത്തി, അപ്പോൾ വയലേറ്റ് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടി പീനലായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന 10,000 അതാണ്, അല്ലെങ്കിൽ 5,000. ഓക്കെ, അതാണ് പെനാൾട്ടി. ഇങ്ങനെ പെനാൾട്ടിയുടെ എമൗണ്ട് കറക്റ്റുള്ള എമൗണ്ട് അല്ല പറഞ്ഞത്, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇട്ടതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരം വൈകിട്ട് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് എത്ര പീരീഡാണോ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അവിടെ ഒരു പീരീഡിനായിരിക്കും കൊടുക്കുന്നത് ഇൻട്രസ്റ്റ്. ഓക്കെ. ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഓൾവേസ് ആ പർട്ടിക്കുലർ പീരീഡിനായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്. കാരണം അത്രയും നാൾ ഗവൺമെൻറ്റിന് നഷ്ടം വന്നത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. ഓക്കെ. അതിനെ മറിച്ച് പെനാൾട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നിയമം വയലേറ്റ് ചെയ്തതിനെ അതിൻ്റെ പീനൽ നേച്ചറായിട്ട് കൊടുക്കുന്നതാണെന്ന് പറയുന്നത് പെനാൾട്ടി എന്ന് പറയുന്നു. ഓക്കെ. യെസ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക, ടാക്സും ഇൻട്രസ്റ്റും പെനാൾട്ടിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അസസി മീൻസ് എനി പേഴ്സൺ. ഓക്കെ. എനി പേഴ്സൺ, ഈ 7 പേരിൽ ആര് വേണമെങ്കിലും വരും. ബൈ വൂം ടാക്സ് ഇൻട്രസ്റ്റ് പെനാൾട്ടി എന്തായിട്ടുള്ള ഒരു പേയബിൾ ആയിട്ടുള്ള ഒരു ആൻഡ് ഇൻക്ലൂഡ്സ്. ആരൊക്കെയാണ് അതിൻ്റെ ഇൻക്ലൂഡ്സ് ആണ്? ഒന്ന്, എ പേഴ്സൺ അഗെയിൻസ്റ്റ് whom any income tax proceedings have been started for the assessment of his income or loss or the amount refund due to him. ഇവിടെ ഇൻകം എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഇൻകം പോസിറ്റീവ് ഇതിൽ മാത്രമല്ല, ഇൻകം മീൻസ് ലോസ് ഓൾസോ. നെഗറ്റീവ് ഇൻകം ഇത് ഇൻകം ടാക്സിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യും വരും, കാൽക്കുലേഷൻ നമുക്ക് വരും. അസസ്മെൻറ്റ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ല റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഐ മീൻ പോസിറ്റീവ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമല്ല, ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം, ഗവൺമെൻറ്റിലോട്ട് ഡാറ്റ കൊടുക്കണം. ഈ റിട്ടേൺ ഫയൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിലോട്ട് നമ്മൾ ഒരു വർഷത്തിൻ്റെ ഡാറ്റ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിട്ടേൺ ഫയൽ ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ റിട്ടേൺ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ വർഷത്തെ എനിക്ക് ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൻ്റെ
ഇൻകത്തിന് നമുക്ക് ടാക്സോ ഇൻട്രസ്റ്റോ പെനാൾട്ടിയോ പേയബിൾ ആണെങ്കിൽ അയാൾ എന്താണ് അസസ് ചെയ്യാണ്. ഇനി ഗവൺമെൻറ് പറയാണ് ഇനി സപ്പോസ് ഈ വർഷം നിങ്ങൾക്ക് ടാക്സോ ഇൻട്രസ്റ്റോ പെനാൾട്ടി അടക്കാനില്ല, പക്ഷെ മുൻ വർഷങ്ങളിൽ ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തു കണക്ക് സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊസീഡിങ്സ് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് അഗെയിൻസ്റ്റ് ഒരു ഫയൽ ഓപ്പൺ ആക്കാൻ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ റിട്ടേൺ ഫയൽ ചെയ്തത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും ചെക്ക് ചെയ്യും. ഇൻകം ടാക്സ് ഓഫീസറെ വെരിഫൈ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ എന്തെങ്കിലും ഒരു എററോ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് നമുക്കെതിരെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യും. ദെൻ അതിനാണ് പ്രൊസീഡിങ്സ് പറയുന്നത്. നമ്മൾക്ക് അതിന് നമ്മൾ നോട്ടീസ് അയക്കും എന്തുകൊണ്ട് ഇത്രയും ടാക്സ് അടച്ചത് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ നമ്മൾ അതിൻ്റെ അപ്പീൽ കാര്യങ്ങൾ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. എനിവേ അപ്പോൾ തിരിച്ചു വരാം. അപ്പോൾ അസസി എന്ന് പറയുന്നത് ഈ വർഷം ടാക്സ് ഇൻട്രസ്റ്റ് പെനാൽറ്റി അടക്കാനുള്ള മാത്രമല്ല, അസസി ഓൾസോ ഇൻക്ലൂഡ്സ് എന്ന് കൊണ്ട് പറയാണ് എനി പേഴ്സൺ ബൈ വൂം എനി ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ് ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ഫോർ ദ അസസ്മെന്റ് ഓഫ് ഹിസ് ഇൻകം. അപ്പോൾ ജനറലി ഒരു മുമ്പത്തെ ഒരു 6 വർഷത്തെ എനിക്കൊരു 6 ഇയേഴ്സിൻ്റെ ജനറലി എന്ന് പറയുന്നത് കാരണം വെച്ചാൽ എല്ലാ 6 വർഷത്തിൽ കൂടുതൽ കേസുകളൊക്കെ ഉണ്ട്. നോർമൽ ഇതിൽ 6 വർഷത്തെ മുന്നത്തെ ഒരു 6 വർഷത്തെ ഇൻകംസും അല്ലെങ്കിൽ 6 വർഷത്തെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇൻകം ടാക്സ് ഓഫീസർക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മളെ പരിശോധിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. അപ്പോൾ അത്തരം മുമ്പത്തെ കേസുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് 2024-25 ഫിനാൻഷ്യൽ ഇയർ 24-25 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ദരിസായി നമ്മൾ പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ എന്നാണ് പറയുക. നമ്മൾ അതിലോട്ട് വരും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, നമ്മൾ അസസ്മെൻറ്റ് ഇയർ അടുത്തത് വരും. സോ പ്രീവിയസ് ഇയർ 2024-25, അസസ്മെൻറ്റ് ഇയർ 25-26. ഈ ഒരു സമയം നിങ്ങളുടെ എക്സാം നടക്കുന്ന ഈ ഒരു പ്രീവിയസ് ഇയർ 2024-25 അസസ്മെൻറ്റ് 2025-26 അപ്പോൾ ഈ ഒരു പ്രീവിയസ് ഇയറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു 2024-25 പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് ഒരു ഇൻകം ഇല്ല എന്ന് വിചാരിക്കാം, യാതൊരു ഇൻകവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം അസസ് ചെയ്യുന്ന വെച്ചാൽ എനി പേഴ്സൺ ബൈ വൂം ടാക്സ് ഇൻട്രസ്റ്റ് പെനാൽറ്റി പേയബിൾ. അപ്പോൾ ഈ വർഷം നമുക്ക് യാതൊരു ടാക്സ് ഇൻട്രസ്റ്റ് പെനാൽറ്റി പേയബിൾ ഇല്ല. പക്ഷേ നമുക്ക് മുമ്പത്തെ വർഷങ്ങളിൽ നമ്മളുടെ ഇൻകം ലോസ് അല്ലെങ്കിൽ എന്തെങ്കിലും റീഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊസീഡിങ്സ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവനും ആരുടെ ഡെഫിനിഷനിൽ വരും, അസസിയുടെ ഡെഫിനിഷനിൽ വരും. അതാണ് ഇവിടെ ഇൻക്ലൂഡ്സ് എന്ന് പറയുന്നത്. 2, a person who is assessable in respect of the income or the loss of the another person for whom he is liable. എന്താണ് പറയുന്നത്? a person who is assessable in respect of the income or the loss of the another person for whom he is liable. എക്സാമ്പിൾ നോക്കാം. ഇതിൽ ഇൻകം ടാക്സ് ഇപ്പോൾ ഒരു മിസ്റ്റർ എക്സ് മിസ്സിസ് എക്സ് മിസ്റ്റർ എക്സ് ഒരു എംപ്ലോയി ആണെന്ന് വിചാരിക്കും, ഒരു സാലറീഡ് എംപ്ലോയി ആണ്. അപ്പോൾ അദ്ദേഹത്തിന് സാലറി വരുമാനം കിട്ടുന്നുണ്ട് ഒരു 10 lakhs. കൂടാതെ മുമ്പ് കിട്ടിയ സാലറി ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള പൈസ സ്വരൂപിച്ചിട്ട് കുറച്ച് FD ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ വർഷം കുറച്ച് ഇൻട്രസ്റ്റ് കിട്ടിയിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് എന്നുള്ളൊരു വരുമാനം കിട്ടുന്നുണ്ട് ഒരു 2.5 ലക്ഷം രൂപ. ടോട്ടൽ 12.5 ലക്ഷം രൂപയാണ്. അപ്പോൾ ബേസിക് നമ്മൾ ടാക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ടാക്സ് കാൽക്കുലേഷൻസ് നോക്കാം. ഈ ടാക്സ് കാൽക്കുലേഷൻ വരുമ്പോൾ നമുക്ക് ഓൾഡ് റിജെയിം ന്യൂ റിജെയിം എന്നൊക്കെ കാണാൻ പറ്റും. സോ ഓൾഡ് മുമ്പേ ഉള്ളൊരു ടാക്സ് റേറ്റുകളുണ്ട്, ആ ടാക്സ് റേറ്റുകൾ ഇപ്പോഴും നിലവിലുണ്ട്. ഇനി പുതിയ ഗവൺമെൻറ് പുതിയ ടാക്സ് റേറ്റുകൾ ഒന്നുണ്ട്, അതായത് നമുക്ക് ഓപ്ഷനിലാണ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. തൽക്കാലം ഞാൻ ഓൾഡ് സ്കീം അതായത് ഓൾഡ് റിജെയിമിലാണ് ഞാൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ടാക്സ് കാൽക്കുലേഷനാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓൾഡും ന്യൂ ഒക്കെ പഠിക്കാം. തൽക്കാലം ബേസിക് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഓൾഡ് റിജെയിം. ഈ ഓൾഡ് റിജെയിം തന്നെ ഇൻഡിവിജ്വൽസ് HUF അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സ്ലാബ് സിസ്റ്റമാണ് വരുന്നത്. എന്താണ് സ്ലാബ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? സ്ലാബ് സിസ്റ്റം മീൻസ് നമ്മളൊരു സ്റ്റെപ്പ് പോലെ ഇപ്പോൾ ഈ ഒരു ഏരിയ അപ് ടു 2.5 lakhs. സബ് ടു 2.5 lakhs അല്ലെങ്കിൽ ഇവിടെ 2.5 lakhs നില്ലാണ് ടാക്സ് ലയബിലിറ്റി 0% ആണ് വരുന്നത്. ഇനി 2.5 lakhsന് മുകളിലുള്ള എക്സ്ട്രാ ഈ ഒരു ഏരിയ നമുക്കൊരു അപ് ടു 5 lakhs വരെ നമുക്ക് വരുന്നത് 5% ആണ് ഇവിടെ വരുന്നത്. ഇനി 5 lakhs to 10 lakhs വരെയുള്ള ഈ ഒരു ഏരിയ നമുക്ക് വരുന്നത് 20% ആണ് ഈ ഒരു എക്സ്ട്രാ. 10 lakhs മുതൽ ദറ്റ് ഈസ് ഇൻഫിനിറ്റി വരെയുള്ള ഈ ഒരു ഏരിയ നമുക്ക് 30%.
ഓക്കെ, നമുക്ക് ടാക്സ് റേറ്റുകൾ വരുന്നത് ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് നിൽ, പിന്നെ അത് 5 lakhs വരെ വരുമ്പോൾ 5%, 10 lakhs വരുമ്പോൾ 20%, ദെൻ 10 lakhsന് മുകളിൽ എത്ര വന്നാലും അതിന് 30%. അപ്പോൾ ദാറ്റ് മീൻസ് ഇപ്പോൾ 1 കോടി രൂപ വരുമാനമുള്ള ഇൻകം ഉള്ള ഒരാൾക്ക് എത്രയാണ് ടാക്സ് വരിക? 1 കോടിയുടെ 30% അല്ല. സോ സ്ലാബ് റേറ്റ് ദാറ്റ് ഈസ് ആദ്യത്തെ 1 കോടിയുടെ 2.5 ലക്ഷം രൂപയ്ക്ക് എന്തില്ല? ടാക്സ് ഇല്ല. ദെൻ 2.5 ലക്ഷം രൂപ കഴിഞ്ഞ് വരുന്ന അടുത്ത 2.5 ലക്ഷം രൂപയ്ക്ക് 5%, ദെൻ 5 lakhs കഴിഞ്ഞിട്ട് വരുന്ന 10 lakhs വരെയുള്ള ഈ ഒരു 5 lakhs ഒക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ 2.5 ലക്ഷം രൂപ കഴിഞ്ഞിട്ട് ഈ ഒരു 5 ലക്ഷം വരെ ആവാൻ ഇവിടെ എത്ര ഉണ്ടാവും? 2.5 ലക്ഷം ഉണ്ടാവും. ഈ ഒരു 2.5 ലക്ഷത്തിനാണ് നമുക്ക് എത്ര വരുന്നത്? 5% വരുന്നത്, ദാറ്റ് ഈസ് 12,500 രൂപ. ഓക്കെ, ഇനി 5 lakhs to 10 lakhs ആവാൻ ഇവിടെ എത്ര വരും? ഒരു 5 lakhs വരും. ആ 5 lakhsൻ്റെയാണ് നമുക്ക് എത്ര വരുന്നത്? 20% വരുന്നത്. ഓക്കെ, then ഈ ഒരു 10 lakhsൽ നിന്ന് എത്രയാണോ ബാലൻസ് വരുമാനമുള്ളത് അതിനാണ് നമ്മൾ എത്ര കൊടുക്കേണ്ടത്? 30% കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 20 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, ആദ്യത്തെ 2 ലക്ഷം, അപ്പോൾ 20 ലക്ഷം ആയിക്കോട്ടെ, 50 ലക്ഷം ആയിക്കോട്ടെ, 50 കോടി ആയിക്കോട്ടെ, ഇനി അംബാനി ആയിക്കോട്ടെ, യൂസ്ഫലിക്ക് ആയിക്കോട്ടെ, ആരാണെങ്കിലും അതൊരു സാധാരണക്കാരാണെങ്കിലും പണക്കാരാണ്, ബേസിക് എക്സംഷൻ ലിമിറ്റ് എല്ലാവർക്കും ഉണ്ട്. ദെൻ അതെല്ലാവർക്കും ഈ ഒരു സ്ലാബ് റേറ്റും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റ് റേറ്റിലല്ല ടാക്സ് ചെയ്യുന്നത്. ഇപ്പോൾ 1 കോടി വരുമാനമുള്ളവർക്ക് 10 ലക്ഷത്തിന് മുകളിലാണ്, അതുകൊണ്ട് 1 കോടിക്ക് മുഴുവനും 30% അങ്ങനെയല്ല വരുന്നത്, സ്ലാബ് റേറ്റ് ആണ്. ഓക്കെ, 50 കോടി വരുമാനമുള്ള ആൾക്കും 2.5 ലക്ഷം രൂപ എന്ത് കിട്ടുന്നുണ്ട്? ബേസിക് എക്സംഷൻ ലിമിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് മിസ്റ്റർ എക്സും മിസ്സിസ് എക്സ്. സോ അപ്പോൾ മിസ്സിസ് എക്സിന് വേറെ വരുമാനങ്ങളൊന്നും ഇല്ല. മിസ്റ്റർ എക്സ് എന്ത് ചെയ്യാണ്? 12.5 ലക്ഷം രൂപ വരുമാനമുള്ള ആളാണ്. അപ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്, അല്ലേ? സോ അതിനാണ് ആദ്യത്തെ, ഓക്കെ, അപ് ടു 2.5 lakhs. ഓക്കെ, ടാക്സ് എത്രയായിരിക്കും? 0, അല്ലേ? ദെൻ 2.5 lakhs മുതൽ ടു 5 lakhs വരെയുള്ള ആ 2.5 ലക്ഷത്തിൻ്റെ എത്ര പെർസെൻറ്റേജ്? 5%. ദാറ്റ് ഈസ് 2.5 ലക്ഷത്തിൻ്റെ 10%, 25,000, 5%, പകുതി 12,500, അല്ലേ? ദെൻ അടുത്തത് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ആ ഒരു 5 lakhs ഉണ്ടല്ലോ, 5 to 10 lakhs വരെയുള്ള 5 lakhs, അതിൻ്റെ 20%, ദാറ്റ് ഈസ് 1 lakh. ഓക്കെ, ഇനി ഇയാൾക്ക് 12.5 ലക്ഷമുള്ളത്, അല്ലേ? അപ്പോൾ 10ന് മുകളിൽ 10 to 12.5 ലക്ഷം വരെയുള്ള 2.5 ലക്ഷം ഉണ്ടല്ലോ, അതിന് എത്ര പെർസെൻറ്റേജ് ആണ് ടാക്സ് വരിക? 30%, 30% ടാക്സ് വരുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ 2.5 ലക്ഷത്തിൻ്റെ 30%, 10%, 25,000, 30%, 3 ഇരട്ടി 75,000. ഓക്കെ, സോ ടോട്ടൽ ടാക്സ് കംസ് ടു എത്ര വരും? 1,75,000. ഓക്കെ, 1,87,500 രൂപ വരും, അല്ലേ? കറക്റ്റ് അല്ലേ? കാരണം 1,75 കൂടെ 10 കൂടെ 3 85, 2,500, 1,87,500. ഓക്കെ, സോ 1,87,500 രൂപ. ഇനി മിസ്റ്റർ എക്സ് ഗവൺമെൻറ്റിനോട് പറയാണ്, മിസ്റ്റർ എൻ്റെ വൈഫിന്, മിസ്സിസ് എക്സ് ആയിട്ടുള്ള എൻ്റെ വൈഫിന് ഇവിടെ ഇൻകംസ് ഒക്കെ 0 ആണ്. അപ്പോൾ വൈഫിനും ഒരു 2.5 ലക്ഷം രൂപ ബേസിക് എക്സംഷൻ കിട്ടുമല്ലോ ഇൻകം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഞാനും വൈഫും ഒന്നാണ്, ഞങ്ങൾ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വൈഫിൻ്റെ 2.5 ലക്ഷം രൂപ ഞാൻ ഇതിലേക്ക് എടുത്തിട്ട്, ഓക്കെ, അതും കൂടെ കുറച്ചിട്ട് ഞാൻ എൻ്റെ 2.5 ലക്ഷം രൂപയും വൈഫിൻ്റെ 2.5 ലക്ഷം രൂപയും കൂടെ ചേർത്തിട്ട് ഒരു ബേസിക് എക്സംഷൻ 5 ലക്ഷം രൂപ എടുത്തൂടെ? ഓക്കെ, 5 ലക്ഷം രൂപ എടുത്തൂടെ? എന്നിട്ട് ബാക്കി 12 ലക്ഷത്തിൽ നിന്ന് ഈ 5 ലക്ഷം കുറച്ചിട്ട് ബാക്കി 7.5 ലക്ഷം രൂപയ്ക്ക് എന്ത് കൊടുത്താൽ പോരെ? ടാക്സ് കൊടുത്താൽ പോരെ. ഓക്കെ, അതായത് അദ്ദേഹം പറയുന്നത്, ഓക്കെ, ഇനി വൈഫിൻ്റെ ബേസിക് എക്സംഷൻ ആദ്യം എടുത്തോട്ടെ. ഇനിയിപ്പോൾ 7 ലക്ഷം രൂപയ്ക്ക് എഫക്റ്റീവ് ആദ്യത്തെ 2 ലക്ഷം ഇല്ല, പിന്നീടുള്ള 7 ലക്ഷത്തിന് ടാക്സ് കൊടുത്താൽ പോരുന്നത്, അല്ലേ? അപ്പോൾ അതായത് കാൽക്കുലേഷൻ വൈസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കാൽക്കുലേഷൻ വരുമ്പോൾ നോക്കാം. ഈ 12 ലക്ഷം രൂപയിൽ നിന്ന് വൈഫിൻ്റെ 2.5 ലക്ഷം രൂപ കുറക്കാണ്. ഇതിൽ എത്രയൊക്കെയാണ്? 10 ലക്ഷം. ഈ 10 ലക്ഷത്തിനാണ് അദ്ദേഹം ചെയ്യുന്നത് ടാക്സ് കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ 2.5 ലക്ഷത്തിന് അദ്ദേഹത്തിനും എന്തില്ല? ടാക്സ് ഇല്ല. അപ്പോൾ വൈഫിൻ്റെ 2.5 ലക്ഷം രൂപ എടുത്തു, ദെൻ അദ്ദേഹത്തിൻ്റെ 2 ലക്ഷം രൂപ എടുത്തു, അപ്പോൾ രണ്ടുപേരുടെയും ബേസിക് എക്സംഷൻ എടുത്തു. ദെൻ പിന്നീട് 12,500 തന്നെ, പിന്നെ 5 മുതൽ 10 വരെ 1 ലക്ഷം. പിന്നെ ഈ ഒരു സ്ലാബ് വരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് 75,000 രൂപ ടാക്സ് സേവ് ചെയ്തിട്ട് ആകെ ടാക്സ് എത്ര വരുള്ളൂ? 1,12,500 രൂപ വരുള്ളൂ. ഓക്കെ, 1,12,500. അപ്പോൾ 1,87,500 രൂപ ടാക്സ് കൊടുക്കേണ്ട ആള് 1,12,500 രൂപ ടാക്സ് കൊടുക്കുന്നത്. ദർബൈ നമുക്കൊരു 75,000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? സേവ് ചെയ്യാനായിട്ട് പറ്റി, അല്ലെ? 75,000. ഇത് പോസിബിൾ ആണോ? ഗവൺമെൻറ് ഇത് സമ്മതിക്കുമോ? ഇല്ല. ഓക്കെ, സോ ഗവൺമെൻറ് ഇത് സമ്മതിക്കില്ല. കാരണം
നിങ്ങൾ വേറെ, നിങ്ങൾക്ക് പാൻ നമ്പർ വേറെ, വൈഫിന് വേറെ പാൻ നമ്പർ. സോ നിങ്ങളുടെ ഇൻകത്തിന് നിങ്ങൾ ടാക്സ് കൊടുക്കുക. വൈഫിന് ഇൻകം ഉണ്ടെങ്കിൽ ബേസിക് എക്സംഷൻ ക്ലെയിം ചെയ്തിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ടാക്സ് കൊടുക്കുക. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു ഞാനും വൈഫും ഒന്നാണ്. അപ്പോൾ വൈഫിൻ്റെ ബേസിക് എക്സംഷൻ ഞാൻ ക്ലെയിം ചെയ്തിട്ടുള്ളത് എന്തല്ല, പോസിബിൾ അല്ല. ഓക്കെ, യെസ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, മിസ്റ്റർ എക്സ് അല്ലേ, ഇത് മിസ്റ്റർ എക്സ് ടാക്സ് ഇവേഷനാണ്, ടാക്സ് വെട്ടിക്കാൻ അല്ലെങ്കിൽ എങ്ങനെയും ടാക്സ് കുറക്കാനുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ ഈ എഫ് ഡി എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ പൈസ ആയിട്ടുള്ള ഈ ഒരു എഫ് ഡി അദ്ദേഹം ആരുടെ പേരിൽ, വൈഫിൻ്റെ പേരിലോട്ട് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ്. ഓക്കെ, ദെൻ വൈഫിന് എന്ത് ചെയ്യും, 2.5 ലക്ഷം രൂപ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് വൈഫിൻ്റെ പേരിലാക്കിയിട്ട് ദെൻ ആ 2.5 ലക്ഷം രൂപ ബേസിക് എക്സംഷൻ എന്ത് ചെയ്യും, ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ വൈഫിൻ്റെ ഇൻകം 2.5 lakhs, ദെൻ ടാക്സ് വരുമ്പോൾ ബേസിക് എക്സംഷൻ 2.5 lakhs എടുത്തു കഴിഞ്ഞാൽ ദെൻ എഫക്റ്റീവ്ലി ടാക്സ് എവിടെ ആയിരിക്കും, 0 ആയിരിക്കും. ദെൻ ഹസ്ബൻഡ് ആയിട്ടുള്ള മിസ്റ്റർ എക്സിൻ്റെ വരുമാനം ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, സാലറി മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ദെൻ 10 lakhs ടാക്സ് കൊടുക്കുമ്പോൾ 1,12,500 കൊടുത്താൽ മതി. അതുവഴി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് സേവിങ്സ് വരുന്നത് എത്രയാണ്, 75,000 രൂപ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമല്ലോ മിസ്റ്റർ എക്സ്. അപ്പോൾ ഗവൺമെൻറ് പറയാണ് ഇത്തരം സിറ്റുവേഷനിൽ സെക്ഷൻ നമ്പർ 60 ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ നമ്പർ 60 മുതലുള്ള പ്രൊവിഷൻസിൽ പറയുന്നത് ക്ലബിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ. ക്ലബിംഗ് എന്താണ് ക്ലബിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നിങ്ങൾ ടാക്സ് ഇവേഷന് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ വരേണ്ട ഒരു ഇൻകം ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, മറ്റൊരാളുടെ പേരിലോട്ട് എന്ത് ചെയ്യാണ് മാറ്റുന്നുണ്ടെങ്കിൽ ആ ഇൻകം നിങ്ങളുടെ പേരിൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ പേരിൽ തന്നെ അസസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ഇൻകത്തിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് വിളിക്കും, അസസ്സി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഡെഫിനിഷൻ പറയുന്നത്. സോ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എ പേഴ്സൺ ഹു ഈസ് അസസബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ദ ഇൻകം ഓർ ലോസ് ഓഫ് അനദർ പേഴ്സൺ ഫോർ whom he is a liable. ഓക്കെ, അപ്പോൾ അനദർ പേഴ്സൻ്റെ ഇൻകത്തിൻ്റെ മുകളിൽ നിങ്ങൾ ലൈബിൾ ആണ്, അപ്പോൾ നിങ്ങൾ എന്ത് വിളിക്കും, അസസ്സി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി നോക്കുമ്പോൾ നിങ്ങൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനല്ല. പക്ഷെ മറ്റൊരാളുടെ ഇൻകം നിങ്ങൾ ലൈബിൾ ആണെങ്കിൽ അപ്പോഴും നിങ്ങൾ ഏത് ഡെഫിനേഷനിൽ വരും, അസസ്സിയുടെ ഡെഫിനേഷൻ്റെ അകത്ത് വരും. ഓക്കെ, അടുത്തത് മൂന്നാമത്തത് അപ്പോൾ നമ്മൾ അസസ്സിയുടെ ഡെഫിനേഷൻ്റെ അകത്ത് ആദ്യം പറഞ്ഞു ടാക്സ് ഇൻട്രസ്റ്റ് പെനാൽറ്റി അടക്കാനുള്ളവർ ഇനി ആൻഡ് ഇൻക്ലൂഡ്സ് എന്തെങ്കിലും ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ് മുന്നത്തെ വർഷങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അസസ്സിയാണ്. ഇനി അതുപോലെ തന്നെ ക്ലബിംഗ് അപ്ലിക്കബിൾ ആവുന്നു. സോ നിങ്ങൾ കൂടെ വേണമെങ്കിൽ പറയാം ക്ലബിംഗ് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആവുന്ന സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോഴും നിങ്ങൾ എന്തായി മാറും, അസസ്സി ആയിട്ട് മാറും. അതുപോലെ തന്നെ ഡീംഡ് അസസ്സി, ദർ ഈസ് ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, ദർ ഈസ് ഒരു ടാക്സ് പെയർ, ഒരു ഫാദർ എന്ത് ചെയ്യണം, മരണപ്പെടാണ്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഇൻകം ടാക്സബിൾ ആണെങ്കിൽ ഈ ഒരു വർഷത്തിലെ അതിൻ്റെ ടാക്സ് ലൈബിലിറ്റി മീറ്റ് ചെയ്യേണ്ടത് ആരായിരിക്കും, അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള മകനായിരിക്കും. അപ്പോൾ സെക്ഷൻ നമ്പർ 159, സോ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഡിസീസ്ഡ് അസസ്സി അണ്ടർ സെക്ഷൻ 159 എന്താണ്, ഡീംഡ് അസസ്സി ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ആക്ച്വലി അസസ്സി അല്ല, കാരണം നമ്മൾ ആ വ്യക്തി നേരിട്ട് ടാക്സ് ഇൻട്രസ്റ്റ് പെനാൽറ്റി അടക്കാനുണ്ടോ, ഇല്ല. ഓക്കെ, ആ വ്യക്തി ടാക്സ് ഇൻട്രസ്റ്റ് പെനാൽറ്റി അടക്കാനില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാദറിന് എന്തിൻ്റെ ടാക്സ് അടക്കാനുണ്ട്. ആ ഫാദർ മരണപ്പെട്ടത് കൊണ്ട് പിന്നെ എന്ത് ചെയ്യാണ്, ആ ഫാദറിന് ടാക്സ് ലൈബിലിറ്റി അല്ല മീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതാരാണ്, അതിൻ്റെ റിട്ടേൺ ഫയലിങ്ങും അത് അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ചെയ്യേണ്ടത് മകനായിരിക്കും. അപ്പോൾ മകനെ നമ്മൾ എന്ത് വിളിക്കും, ഡീംഡ് അസസ്സി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ദ ലാസ്റ്റ് വൺ ഈസ് അസസ്സി ഇൻ ഡിഫോൾട്ട്. ഓക്കെ, അസസ്സി ഇൻ ഡിഫോൾട്ടും എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, അസസ്സി ആയിട്ട് ട്രീറ്റ് ചെയ്യും. എന്താണ് ഈ അസസ്സി ഇൻ ഡിഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിളിൽ മനസ്സിലാക്കുക. അസസ്സി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് നിയമത്തിൻ്റെ ഒരു പുതിയൊരു വേർഡ് പഠിക്കുക, TDS. എന്നാൽ TDS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫോം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് എ സോഴ്സ്. ഓക്കെ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് എ സോഴ്സ്. ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് സോ TDS ഒരു ലോജിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ചെറിയൊരു കഥ പറയുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു കുട്ടി, നമ്മളെ വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടെന്നിരിക്കും. ആ കുട്ടിക്ക് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു പാക്കറ്റ് നമ്മൾ കൊടുത്തിട്ട് ആ കുട്ടിക്ക് അങ്ങോട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഒരു പീസ് നമ്മളോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് എന്തിനാ അത് മുഴുവൻ കിട്ടണം, അത് അതിൽ നിന്നൊരു പീസ് ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായി, അത് വിഷമായി പ്രശ്നമായി. ഓക്കെ, സോ കരച്ചിലേക്കാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ രാജ്യത്ത് ഒരു വ്യക്തിക്ക് കയ്യിലോട്ട് വരുമാനം കിട്ടിയിട്ട് ആ പൈസയിൽ നിന്ന് പിന്നീട് ഗവൺമെൻറ്റിലോട്ട് ടാക്സ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വിഷമമാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് ആ കുട്ടി എന്ത് ചെയ്യും, കുട്ടി കരഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ അസസ്സി ടാക്സ് ലൈബിലിറ്റി ഉള്ള ആൾ എന്ത് ചെയ്യും, ടാക്സ് ഇവേഷന് വേണ്ടി എന്ത് ചെയ്യും, ശ്രമിക്കും, ആ പൈസയിൽ നിന്ന് ടാക്സ് വെട്ടിക്കാനായിട്ട് ശ്രമിക്കും അല്ലേ. അപ്പോൾ ഗവൺമെൻറ് പറയുകയാണ് അതറിയാനും അവരൊന്ന് ട്രേസ് ചെയ്യാനും വേണ്ടിയിട്ട്
കുറച്ച് എമൗണ്ട് ടാക്സ് മുൻകൂട്ടി കിട്ടാനും ഇനി ആർക്കൊക്കെ എത്രയൊക്കെ ഇൻകം കിട്ടിയിരുന്നതിനെ കുറിച്ചൊരു ധാരണ, ഒരു ട്രേസബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഇൻകം കൊടുക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, ഒരാൾക്ക് കിട്ടുമ്പോൾ കിട്ടുക എന്ന് പറയുമ്പോൾ മറ്റൊരാൾ കൊടുക്കുമ്പോഴായിരിക്കുമല്ലോ ഒരാൾക്ക് കിട്ടുന്നത് അല്ലേ. സോ ഒരു പെയർ ഉണ്ടാകുമ്പോൾ ഒരു പേയ്, അല്ലെങ്കിൽ ഒരു പേയ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഒരു പെയർ ഉണ്ടായിരിക്കും. സോ ഒരു റിസിപ്റ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പേയ്മെൻറ്റും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത്, നിയമത്തിൽ പറയുന്നത്, ഇൻകം ടാക്സ് നിയമത്തിൽ പറയുന്നത്, ഈ പേയ്മെൻറ്റ് ചെയ്യുന്ന ആളുണ്ടല്ലോ, ദാറ്റ് ഈസ് നമ്മൾ പെയർ. ഓക്കെ, ഈ പെയർ ആർക്ക് പേയ്ക്ക് എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് എത്രയാണോ കൊടുക്കാനുള്ളത് ആ ഒരു എമൗണ്ട്, അതിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് സെക്ഷൻ 194 എന്നൊക്കെ പറയുന്ന ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ TDS കട്ട് ചെയ്തിട്ട് പിടിച്ചിട്ട്, മലയാളത്തിൽ പറഞ്ഞു പിടിച്ചിട്ട് ബാലൻസ് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പിടിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം, പേരുടേതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കോച്ചിങ് സെൻറ്റർ, കേരളത്തിലൊരു കോച്ചിങ് സെൻ്ററാണ്. അപ്പോൾ ഞാനവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനൊരു പ്രൊഫഷണലാണ്, എനിക്ക് നിന്നിട്ട് ക്ലാസ് എടുക്കുന്നതിന് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ പ്രൊഫഷണൽ ചാർജസ് എന്ന് പറയുന്ന 194J എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നുണ്ട്, നിങ്ങളൊരു പ്രൊഫഷണൽസിന് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ 10% TDS കട്ട് ചെയ്തിട്ട് ബാലൻസ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു വർഷം ഞാനവിടെ ക്ലാസ് എടുക്കാൻ പോയതിൻ്റെ ടോട്ടൽ ഒരു മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് എല്ലാ മാസമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ മന്ത്ലി എനിക്ക് 2 lakh rupees ആണ് ഈ എക്സ് ലിമിറ്റഡ് എനിക്ക് തരാനുള്ളത്. അപ്പോൾ ഈ 2 lakh rupees ആക്ച്വലി എൻ്റെ ഇൻകമാണ്, ദാറ്റ് ഈസ് AK അൻസാരിക്കുകയും എൻ്റെ ഇൻകമാണ് ഈ 2 lakhs. അതിന് ടാക്സ് കൊടുക്കേണ്ടത് ആരാണ്, ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് SSC എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, കാരണം ടാക്സ് പേയബിൾ ആയിട്ടുള്ള ഞാനാണെങ്കിൽ ഈ 2 lakhsൻ്റെ ടാക്സ് കൊടുക്കേണ്ടത് ഞാനാണെങ്കിൽ ഞാനാണ് SSC അല്ലേ. യെസ്, പക്ഷേ ഇൻകം ടാക്സ് നിയമം പറയാണ്, നിങ്ങളോട് ആരോട്, പെയർ ആയിട്ടുള്ള എക്സ് ലിമിറ്റഡിനോട് പറയാണ്, പൈസ കൊടുക്കുന്ന സമയത്ത് ഈ 2 lakhsൻ്റെ 10% ആയിട്ടുള്ള 20,000 ടാക്സ് പിടിച്ചിട്ട് ബാലൻസ് 1,80,000 മാത്രമേ ആർക്ക് കൊടുക്കാൻ പാടുള്ളൂ, പേയ്ക്ക് കൊടുക്കാൻ പാടുള്ളൂ. ദെൻ അപ്പം അൻസാരിക്ക് 1,80,000 കൊടുക്കുക. ദെൻ ഈ ഒരു 20,000 ഈ അൻസാരിയുടെ എന്ത് വാങ്ങിച്ചിട്ട്, പാൻ നമ്പർ വാങ്ങിച്ചിട്ട് ഈ പേർ എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക. പേർ എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യുക. എവിടേക്ക്, ഗവൺമെൻറ്റിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അതുവഴി എന്തൊക്കെ ഉറപ്പ്, ഒന്ന് ഈ പേയുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പേ തന്നെ ടാക്സ് ഗവൺമെൻറ്റിലോട്ട് പോയിട്ടുണ്ട്, ഒന്നാമത്തെ കാര്യം. 2, നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ട്രേസബിലിറ്റി കിട്ടുന്നുണ്ട്. ഇത്രയും വരുമാനം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ഇവിടെ നിന്ന് വരുമാനം വരുന്നുണ്ട്, അത് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അൻസാരിക്ക് ഇന്ന് എക്സ് ലിമിറ്റഡിൽ നിന്ന് മാസം ഇത്രയും വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വരുമാനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കുറച്ച് എമൗണ്ട് ടാക്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഗവൺമെൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു ടാക്സ് പിടിച്ച് അടയ്ക്കേണ്ട, ആ പേൻ നമ്പറിൽ അടയ്ക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആരതാണ്, പെയർ ആയിട്ടുള്ള എക്സ് ലിമിറ്റഡിൻ്റെതാണ്. എക്സ് ലിമിറ്റഡ് ഇത് ചെയ്തില്ല എന്ന് വിചാരിക്കും, എക്സ് ലിമിറ്റഡ് മറന്നുപോയി, ഇത് ഗവൺമെൻറ്റോട് സോറി പറയാണ്. ഗവൺമെൻറ് പറയണ ആ ഒരു സോറിയിൽ ഇത് ഒതുങ്ങൂല. ഓക്കെ, ആ ഒരു സോറിയിൽ ഇതെന്തില്ല, ഒതുങ്ങൂല. കാരണം ഈ ഒരു ടാക്സ് ഇവനാണ് യഥാർത്ഥത്തിൽ 2 lakhs അൻസാരി 2 lakhsൻ്റെ മുകളിൽ ടാക്സ് അടയ്ക്കേണ്ടത് അൻസാരി ആണെങ്കിലും ആ ടാക്സ് പിടിച്ചടക്കേണ്ടത് നീയായിരുന്നു. അപ്പോൾ ഇൻ റെസ്പെക്റ്റ് ഓഫ് ആ ഒരു എമൗണ്ടിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു എക്സ് ലിമിറ്റഡ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, SSC ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് അത്തരം കേസിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, SSC ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു TDS ലൈബിലിറ്റി, TDS റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാൾ TDS പിടിക്കാത്ത സമയങ്ങളിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, SSC ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡെഫിനിഷൻ്റെ ലാസ്റ്റ് പോയിന്റ്, SSC ഇൻ ഡിഫോൾട്ട്. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് ഡിഡക്റ്റഡ് TDS എന്ത് ചെയ്തില്ല, പിടിച്ചില്ല. ഇനി TDS 20,000 എൻ്റെ പിടിച്ചിട്ട് ഗവൺമെൻറ്റിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്തില്ല, അപ്പോഴും പ്രശ്നം തന്നെയാണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഫെയിൽസ് ടു പേ ഇറ്റ്. ഓക്കെ, TDS പിടിച്ചില്ല അല്ലെങ്കിൽ TDS പിടിച്ച് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, SSC ഇൻ ഡിഫോൾട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 7 നമ്മൾ എന്താണ്, ആരാണ് SSC എന്ന് പറയുന്നത്, ആരാണ് SSC മീൻസ് എനി പേഴ്സൺ, 7 ആളിൽ ആര് വേണമെങ്കിലും ആവാം, ബൈ whom the tax interest penalty payable under this act. ഇനി ഈ വർഷം പേയബിൾ അല്ല, പക്ഷേ മുൻ വർഷങ്ങളിലെ പ്രൊസീഡിങ്സ് പെൻഡിങ് ഉണ്ട്, നിങ്ങൾ ആരാണ്, SSC ആണ്. ഇനി നിങ്ങൾ മറ്റൊരാളുടെ ഇൻകത്തിന് മുകളിൽ ക്ലബിംഗ് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആകുമ്പോൾ നിങ്ങൾ ആരാണ്, SSC ആണ്. ഇനി നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഒരാളുടെ, അതിനാണ് നിങ്ങളൊരു ഡീമഡ് SSC ആണ്. ഇനി നിങ്ങളോട് TDS പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ TDS എന്തില്ല പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ SSC ഇൻ ഡിഫോൾട്ടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് SSCയുടെ ഡെഫിനിഷൻ വരുന്നത്. സോ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ.